ഓക്കെ, നമ്മളങ്ങനെ ലെസ്റ്ററിന്റെ വീട്ടിൽ വന്നേക്കാ. ലെസ്റ്റർ ഇവിടെ വീട്ടിലില്ലേ? എടാ ലെസ്റ്ററേ, അതെ. കുറെ കാലയിലോ കണ്ടിട്ട്. എന്തൊക്കെയുണ്ട്, സുഖല്ലേ? ആടാ ഫ്രാങ്ക്ലിനെ, എനിക്ക് ഭയങ്കര സുഖ. എന്തിനാണോ ഇങ്ങോട്ടേക്ക് വന്നേ? പൈസയുടെ അത്യാവശ്യം ഉണ്ടാവൂലേ? അതെനിക്ക് മനസ്സിലായി. നിനക്ക് കാശിന്റെ അത്യാവശ്യം ഉണ്ടാവും, അല്ലാണ്ട് ഇപ്പൊ നീ ഇങ്ങോട്ടേക്ക് വരില്ല. അല്ല, ഇതാരാ? ഇതാരാ നിന്റെ ബാക്കില്? ഇതെന്ത് ജീവിയാ? എന്താടാ, നീ ആരുടെ കാര്യം പറയണേ? ഇവന്റെ ആണോ? എടാ, ഇവൻ നമ്മുടെ ചങ്കടാ. അവന്റെ പേര് ടുങ് 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 സാഹൂർന്ന. അവൻ നമ്മളെ ഒന്നും ചെയ്യില്ല. എന്നേലാവട്ടെ. എടാ ലെസ്റ്ററെ, എനിക്ക് കുറച്ച് കാശിന്റെ അത്യാവശ്യമുണ്ട്. അധികമൊന്നുമില്ല, വെറും $100 മില്യൺ മാത്രം. ഏ, $100 മില്യൺ? എന്നാ ശരി, ഞാൻ നിനക്ക് $100 മില്യൺ തരാം. പക്ഷെ ഫ്രീ ആയിട്ട് തരില്ല. അതിനായിട്ട് ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യണം. ടാസ്കാ? എന്നാ ശരി. ഞാനിപ്പോ എന്താ ചെയ്യണ്ടേ? നീയപ്പോ എന്താ ചെയ്യണ്ടെന്ന് വെച്ചാലേ, നീ നേരെ മിലിറ്ററി ബേസിൽ പോവാ. അവിടെ മിലിറ്ററിക്കാരുടെ ഒരു ഡയമണ്ടിന്റെ ഹെലികോപ്റ്റർ ഉണ്ട്. നീ അത് അടിച്ചു മാറ്റി ഇങ്ങോട്ടേക്ക് കൊണ്ടുപോവാ. അന്നേരം ഞാൻ നിനക്ക് $100 മില്യൺ തരാം. അതാണോ? ഇതൊക്കെ സിമ്പിള് ടാസ്ക്. ഞാനപ്പോ ഹെലികോപ്റ്ററും കൊണ്ടുവരാം. ഇവിടെ പിന്നെ ഒരു ബൈക്ക് ഇരിക്കുന്നുണ്ട്. തൽക്കാലം ഈ ബൈക്കും എടുക്കാം. എടാ ടുങ് ടുങ് സാറേ, വന്ന് വണ്ടിയിൽ കയറ്. അല്ല ഫ്രാങ്ക്ലിന്, നമുക്കിപ്പോ ഇങ്ങോട്ടേക്ക് പോണ്ടേ? മിലിറ്ററി ബേസൊക്കെ പറയണ്ടായിരുന്നല്ലോ. അതെ, മിലിറ്ററി ബേസിൽ കയറിയ പണി പാളില്ലേ? മിലിറ്ററിക്കാർ നമ്മളെ വെടിച്ചു കൊല്ലും. എടാ ടുങ് ടുങ് സാറേ, നിനക്ക് എന്താ? ഞാൻ ആദ്യമായിട്ടല്ല മിലിറ്ററി ബേസിൽ കയറണേ. ഞാനിതിന് മുന്നേ ഇഷ്ടം പോലെ വട്ടം കയറിയുണ്ട്. ഇഷ്ടം പോലെ വണ്ടികളും അടിച്ചു മാറ്റിയിട്ടുണ്ട്. ഫൈറ്റർ ജെറ്റ് വരെ അടിച്ചു മാറ്റി. അപ്പോഴല്ലേ ഹെലികോപ്റ്റർ. അത് ശരി, അങ്ങനെയാണോ? എന്നാ പിന്നെ കുഴപ്പമില്ല. നീ നേരെ മിലിറ്ററി ബേസിൽ വിട്ടോ. ഗൈസ്, അതിനു മുൻപേ ഈ വീഡിയോ ഇതൊരിക്കും ലൈക്ക് ചെയ്യാത്തുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാട്ടാ. അതുമാത്രല്ല, ചാനൽ ഇതൊരിക്കും സബ് ചെയ്യാത്തുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ കൂടി സബ് ചെയ്യുക. നമുക്കിനി നേരെ മിലിറ്ററി ബേസിൽ പോവാം. 20 minutes later. എടാ ടുങ് ടുങ് സാറേ, ഇത് കണ്ടില്ലേ? ആ മേലെ കാണുന്ന സ്ഥലമാണ് മിലിറ്ററി ബേസ്. നമുക്കിനി അങ്ങോട്ടേക്കാ പോണ്ടേ. ആ ഹെലികോപ്റ്റർ അവിടെ ഉണ്ടാവുക. അല്ല ഫ്രാങ്ക്ലിന്, ഇതിൻ്റെ അകത്ത് എങ്ങനെ കയറാ? ഇതിൻ്റെ അകത്ത് കയറിയ നമുക്ക് അപ്പം തന്നെ 4 സ്റ്റാർ കിട്ടില്ലേ വാണ്ടഡ് ലെവല്? നമുക്ക് 4 സ്റ്റാർ വാണ്ടഡ് ലെവല് കിട്ടും. അത് ശരിയാണ്. നമുക്ക് അതിൽ നിന്നൊക്കെ രക്ഷപ്പെടാം. അതിപ്പോ വലിയ വിഷയമുള്ള കാര്യമൊന്നുമില്ല. അതെ, ആ ഹെലികോപ്റ്റർ എവിടെ ഉള്ളതെന്ന് നോക്കി നോക്ക്. അതൊരു ഡയമണ്ടിന്റെ ഹെലികോപ്റ്ററാ. അത് ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാവും. എടാ ഫ്രാങ്ക്ലിനെ, ഡയമണ്ടിന്റെ പോട്ടെ, ഇവിടെ സാധാരണ ഹെലികോപ്റ്ററിനെ കാണാനില്ല. ഇതൊക്കെ എവിടെയുള്ളേ? എടാ ടുങ് ടുങ്, ഇത് റൺവേടാ. ഇവിടെ ഹെലികോപ്റ്റർ ഒന്നും പാർക്ക് ചെയ്യില്ല. അത് മിക്കവാറും വല്ല വെയർ ഹൗസിലോ ഉണ്ടാവുക. നോക്കി നോക്കാം, സമയമുണ്ട്. എടാ ഫ്രാങ്ക്ലിനെ, അങ്ങോട്ടേക്ക് നോക്കിയേ. ആടാ, കിട്ടി. അതാണ് ഡയമണ്ടിന്റെ ഹെലികോപ്റ്റർ. നമുക്കതല്ലേ അടിച്ചു മാറ്റണ്ടേ? ആടാ, നമുക്കതന്നെയാ അടിച്ചു മാറ്റണ്ടേ. അതന്നെയാ നമ്മൾ ഉദ്ദേശിച്ച സാധനം. ഇനിയിപ്പോ നമുക്ക് അതിൻ്റെ അകത്ത് കയറാം. എടാ ടുങ് ടുങ് സാറേ, പിടിച്ചിരുന്നോ? ഞാനിപ്പോ ഇവിടെ ചാടിക്കാൻ പോവാ. ലെറ്റ്സ് ഗോ. ഓക്കെ, നമ്മളങ്ങനെ ഫൈനലി മിലിറ്ററി ബസ്സിൽ കയറി. അയ്യോ, ഞാൻ അവിടെ തലയിടിച്ച് വീണേ. എടാ ഫ്രാങ്ക്ലിന്, ഇങ്ങോട്ടേക്ക് വായോ. എടാ ടുങ് ടുങ്ങേ, നമുക്കിവിടെ 4 സ്റ്റാർ കിട്ടി. അതെ, വേഗം വന്ന് ഹെലികോപ്റ്ററിൽ കയറ്. ഇവിടെ ഇപ്പം നമുക്ക് അധികം നേരം നിൽക്കാൻ പറ്റില്ല. മിലിറ്ററിക്കാർ ടാങ്കൊക്കെ ആയിട്ടാ വരാ. എടാ ഫ്രാങ്ക്ലിന്, ഞാൻ ദേ കയറി. ഇനി ഇവിടെ നിന്ന് പോവാം. എടാ വാൻ വിട്, ആ മിലിറ്ററിക്കാർ വരുന്നു, ജീപ്പിൽ വരുന്നു. എടാ, ഇതൊന്ന് പൊന്തട്ടെ. പൊന്തിയാലല്ലേ പോവാൻ പറ്റുള്ളൂ. ഇനിയിപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് സ്ഥലം വിടാം. ഇതിൽ പിന്നെ ബൂസ്റ്റർ ഉണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല. എടാ ഫ്രാങ്ക്ലിന്, ഒരു സംശയമുണ്ട്. ഇതിന് ശരിക്കും $100 മില്യൺ ആണോ? അതിനും കൂടുതലല്ലേ? എന്തായാലും ഒരു $500 മില്യൺ ഉണ്ടാവും ഈ ഹെലികോപ്റ്ററിന്. ലെസ്റ്ററിനെ കൊടുക്കണ. ഞാൻ പറയണെങ്കിൽ നമുക്ക് വേറെ ആർക്കെങ്കിലും കൊണ്ട് വിൽക്കാം. എടാ, വേറെ ആരാ ഇത് മേടിക്കുക? ഇത് മിലിറ്ററിയുടെ ഹെലികോപ്റ്ററാ. ഇത് ഒരാളും മേടിക്കില്ല, ലെസ്റ്റർ മാത്രമേ മേടിക്കുള്ളൂ. അതുകൊണ്ട് നമുക്ക് ഈ ഹെലികോപ്റ്ററെ ലെസ്റ്ററിന് കൊടുക്കാം. അല്ലാണ്ട് ഇപ്പോൾ വേറെ വഴിയില്ല. എന്തെങ്കിലും ആവട്ടെ, നമുക്ക് തൽക്കാലം $100 മില്യൺ മതി.
$100 മില്യൺ ധാരാളം. ഇതെന്താ വാണ്ടഡ് ലെവൽ പോവാത്ത? കുറേ നേരമായിട്ട് മിന്നാണല്ലോ. പോയി നമ്മുടെ വാണ്ടഡ് ലെവല് അങ്ങനെ പോയേക്കാ. ലെസ്റ്ററിന്റെ വീടിൻ്റെ അവിടെ എത്തി. ഇനി ഇവിടെ നമുക്ക് പതുക്കെ ലാൻഡ് ചെയ്യാം. ഓക്കെ, നമ്മളങ്ങനെ സേഫായിട്ട് ലാൻഡ് ചെയ്തു. വലിയ കുഴപ്പമൊന്നുമില്ല. വണ്ടിയിൽ ഒരു സ്ക്രാച്ച് പോലും വന്നില്ല. എടാ ലെസ്റ്ററെ, നീ പറഞ്ഞ പോലെ ഞാൻ ഹെലികോപ്റ്റർ കൊണ്ടുവന്നു. ഇനി $100 മില്യൺ തന്നേക്ക്. വേഗാവട്ടെ. ആടെ ഫ്രാക്ടിന് ഞാൻ ഗൂഗിൾ പേ വഴി അയച്ചുതരാം. ഒരു 2 മിനിറ്റ്. ഓക്കെ, ഇവിടെ ഇപ്പോൾ നമ്മുടെ അക്കൗണ്ടിൽ ക്യാഷൊക്കെ വന്നുട്ടാ. എൻ്റെ അക്കൗണ്ടിലിപ്പോൾ $100 മില്യൺ ക്രെഡിറ്റ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ആ മാൻഷൻ പർച്ചേസ് ചെയ്യാം. എടാ ടുണ്ടു സാറേ, നീ അയാളെ ഒന്നുകൂടെ വിളിക്ക്. ഞാൻ പൈസ കൊണ്ടുവരാമെന്ന് പറയ്. ആടെ ഫ്രാങ്ക്ലിന് ഞാനിപ്പോൾ അയാളെ വിളിക്കാം. 2 hours later. ഓക്കെ, നമ്മളങ്ങനെ ഫൈനലി ഈ വീടൊക്കെ പർച്ചേസ് ചെയ്തു. ഈ വീടിൻ്റെ താക്കോല് നമുക്ക് കിട്ടി. ബാക്കിയുള്ളവരും നമ്മുടെ വീട്ടിലേക്ക് വന്നുട്ടാ. ഇനിയിപ്പോൾ അവർ ഈ വീട്ടിലാവും താമസിക്കുക. ഇതാണ് ഗ്യാരേജ്. ഇനിയിപ്പോൾ നമുക്ക് വീടിൻ്റെ അകത്ത് കയറാം. ഇങ്ങനെ ഉണ്ടാവും ഈ വീടിൻ്റെ ഇൻറ്റീരിയർ. അത് ഗ്യാരേജിലേക്ക് പോകാനുള്ള വഴിയാണ്. ഇത് ഇവിടുത്തെ ലിവിങ് റൂം. ഇതേതാ? ഇത് ബെഡ്റൂം അല്ല, ഇത് വേറെ എന്തോ റൂമാ. മറ്റേ പുക വലിക്കണ റൂമാന്ന് തോന്നുന്നു കേട്ടാ. എന്താന്ന് എനിക്കറിയില്ല. ഇത് പിന്നെ ഇവിടുത്തെ കിച്ചണാ. കിച്ചണുണ്ട്, ഡൈനിങ് റൂമും ഉണ്ട്. ഇതാണ് ലിവിങ് റൂം കേട്ടാ. ഇവിടെ TV ഒക്കെ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് മേലത്തെ ഫ്ലോറിൽ കയറാം. ഇവിടെയും റൂമൊക്കെ ഉണ്ട്. 2 ബെഡ്റൂം ഉണ്ട്. ഇവിടെ ഒരു ബെഡ്റൂം ഉണ്ട്. ഇത് വലിയൊരു ബെഡ്റൂം തന്നെയാ. പിന്നെ അപ്പുറത്തെ സൈഡിലും ഒരു ബെഡ്റൂം ഉണ്ട്. ഇതാണ് ഈ വീട്ടിലെ ഏറ്റവും വലിയ ബെഡ്റൂം. അത്യാവശ്യം സ്പേസ് ഒക്കെ ഉണ്ട് കേട്ടാ. അവിടെ വാർഡോബും ഉണ്ട്. ഇതൊന്നുട്ടാ. ഇത് ബാത്റൂമാ. ഒരു മോഡേൺ ബാത്റൂം. എന്നിട്ടാലും സംഭവം കൊള്ളാം കേട്ടാ. ഈ വീട് നൈസായിട്ടുണ്ട്. ഇവിടെ ഉണ്ടില്ലേ TV ഒക്കെ വെച്ചിട്ടുണ്ട്. നമുക്ക് കിടന്നിട്ട് TV കാണാൻ പറ്റും. ഇവിടെ പിന്നെ ഒരു വഴിയുണ്ട്. ഇത് പിന്നെ ബാൽക്കണിയാ. ബാൽക്കണിയിലും കുറേ സോഫയൊക്കെ വെച്ചിട്ടുണ്ട്. എന്തിട്ടായാലും ഇതൊരു ലക്ഷറി മാൻഷനാ. എല്ലാ സംഭവങ്ങളും ഈ വീട്ടിലുണ്ട്. അതെ, എങ്ങനെയുണ്ട് ഈ വീട്? നിങ്ങൾക്ക് ഇഷ്ടായാ? ആടെ ഫ്രാങ്കിന് നമുക്ക് ഈ വീട് ഇഷ്ടായി. നൈസ് വീടാ, ഒരു രക്ഷയില്ല. ആണോ? എന്നാ ശരി. ഓക്കെ ഗേസ്, അപ്പോൾ ഇതുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ചാനൽ സബ് ചെയ്യാത്തവർ ചാനൽ സബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ഗുഡ് ബൈ.